മേഖലയുമായി ബന്ധപ്പെട്ടും പരാതികൾ ഉയർന്നു, വെളിപ്പെടുത്തലുകൾ ഉണ്ടായി. അതിന്റെ പശ്ചാത്തലത്തിൽ അങ്ങനെയും അന്വേഷണം നീങ്ങുകയാണ്. പക്ഷേ എത്രത്തോളം അതിൽ ആത്മാർത്ഥതയുണ്ട് അന്വേഷണ സംഘം നടത്തുന്ന നടപടികൾ എന്ന സംശയമുണ്ട്. കാരണം എല്ലാം തന്നെ പെറ്റി കേസായി വരികയാണ്. എത്രത്തോളം ആത്മാർത്ഥതയുണ്ടെന്ന കാര്യത്തിൽ സ്മൃതിയെ പോലെ കുറച്ച് ആൾക്ക് മാത്രമേ സംശയം ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ഇത് ഈ വാർത്ത കാണുന്ന ഈ കേരളത്തെ ഈ ലഹരി വേട്ടയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ശരിയാവണ്ണം മനസ്സിലാക്കുന്ന ആളുകൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് സംശയം ഉണ്ടാവാൻ സാധ്യതയില്ല. നിങ്ങൾ ഈ ചർച്ചയുടെ തുടക്കത്തിലെ നിങ്ങളുടെ ഇൻട്രോയിലും നിങ്ങൾ നേരത്തെ സംസാരിച്ച ആളോട് ഇടയിൽ ചോദിക്കുന്ന ചോദ്യത്തിനകത്തെല്ലാം നിങ്ങൾക്ക് ഒരു മുൻവിധിയുണ്ട്. അതിന് നിങ്ങളുടെ രാഷ്ട്രീയമായിരിക്കാം, അതിനെ ആ നിലയിൽ കാണുകയാണ്. നിങ്ങൾ അതിനിടയിൽ പറയുകയാണ് ഷൈം ടോം ചാക്കോ ഓടേണ്ടിയിരുന്നോ എന്നൊക്കെയാണ് നേരത്തെയുള്ള ആളോട് ചോദിക്കുന്നത്. എന്ന മട്ടിൽ പിടികൂടുകയാണ്. അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന കഞ്ചാവ് വളരെ തുച്ഛമായ അളവിലാണ്. തുച്ഛമായ അളവിൽ എന്ന് പറയുമ്പോൾ അവർക്ക് അപ്പോൾ തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറങ്ങാൻ പറ്റുന്ന ഇതാണ് വലുതായി പെരുപ്പിച്ച് നിങ്ങൾ പറയുന്നത്. അങ്ങനെ പെരുപ്പിക്കാൻ മാത്രമില്ലെന്നേ. എന്ത് പെരുപ്പിക്കാൻ നിങ്ങൾക്കത് പെരുപ്പിക്കണ്ട, നിങ്ങൾക്കത് നിസ്സാരമായ കാര്യമായിരിക്കും. പക്ഷെ വേടൻ എന്ന് പറയുന്ന ഇത്രയേറെ ലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിക്കുന്ന ഒരു ഗായകന്റെ അടുത്ത് നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ് പിടിക്കുന്നു, അത് ഞെട്ടലോട് കൂടിയിട്ടാണ് ആളുകൾ കാണുന്നത്. നിങ്ങൾക്കത് പെരുപ്പിച്ച് കാണിക്കുന്നതായിട്ടോ നിങ്ങൾക്ക് വലിയ സംഭവമായിട്ട് തോന്നുന്നുണ്ടാവില്ല. ഇനി നിങ്ങൾ പറയുന്ന അടിസ്ഥാനത്തിൽ കഞ്ചാവ് കേസ് പിടിക്കണ്ട എന്നാണോ പറയുന്നത്? കിട്ടുന്നതല്ലേ പിടിക്കാൻ പറ്റൂ. സിനിമാ മേഖലയിൽ നിന്ന് ഇത്തരം പരാതികൾ ഉയർന്നു വന്നപ്പോ സിനിമാ മേഖലയുടെ ഏത് ഉന്നതനായി കഴിഞ്ഞാലും അവന്റെ എല്ലാം ഫ്ളാറ്റിലും വീട്ടിലും ഏത് വേടനായി കഴിഞ്ഞാലും ആ വേടനെയും തേടി എൻഫോഴ്സ്മെന്റ് പോവും, പോലീസ് പോവും, എക്സൈസ് പോവും എന്നതിന്റെ തെളിവാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. ശരി, ആയിക്കോട്ടെ.